ആകാശം എത്രമാത്രം താൻ സ്നേഹിക്കുന്നു, 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 എത്രമാത്രം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത നോമ്പ് ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശു കരഞ്ഞു, ജീസസ് വെപ്റ്റ് എന്നതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. സുവിശേഷങ്ങളിൽ രണ്ടിടത്ത് യേശു കരഞ്ഞതായി രേഖപ്പെടുത്തുന്നു. ഒന്ന്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 41 വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. യെരുശലേം ദേവാലയത്തിനും നഗരത്തിനും സംഭവിക്കുവാൻ പോകുന്ന നാശത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു കരഞ്ഞു. അല്ലെങ്കിൽ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ഇടം കള്ളന്മാരുടെ ഗുഹയായി തീർന്നതിലുള്ള വേദനയിലാകാം യേശു കരഞ്ഞത്. 2, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയിങ്കലാണ് യേശു കരഞ്ഞത്. മാർത്താ മറിയ സഹോദരിമാരും യഹൂദന്മാരും കരയുന്നത് കണ്ട കർത്താവ് കണ്ണുനീർ വാർത്തു. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 35 വാക്യം. ജീസസ് ബിഗാൻ ടു വീപ്പ്. നമ്മുടെ വേദനയിൽ പങ്കുചേരുന്ന ഒരു ദൈവം. മറ്റുള്ളവരുടെ വികാരങ്ങളിൽ നാം പങ്കുചേരുമ്പോൾ അവരുമായി താതാത്മ്യം പ്രാപിക്കുകയാണ്. സാധാരണയായി വേദനാജനകമായ അനുഭവങ്ങൾ കാണുമ്പോൾ നാം വികാരഭരിതരായി തീരുന്നത് സ്വാഭാവികമാണ്. ഗ്രീക്ക് റൂളറായിരുന്ന മാർക്കസ് ഔറേലിയൻ യാതൊരുവിധ വികാരങ്ങളും പ്രകടിപ്പിച്ചിരുന്നില്ല. സന്തോഷമോ ദുഃഖമോ ചിരിയോ കരച്ചിലോ യാതൊന്നും. സ്റ്റോയിക് തത്വചിന്തയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തി ബലഹീനനാണ്. എന്നാൽ നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ വികാരങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ദേവാലയത്തിൽ വെച്ച് അവൻ കോപിച്ചു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയ ജനങ്ങളെ കണ്ട് അവൻ മനസ്സലിഞ്ഞു. കാനാവിലെ കല്യാണത്തിന് അവൻ സന്തോഷിച്ചു. ബഥാനിയയിലെ സഹോദരിമാരോടൊപ്പം അവൻ കരഞ്ഞു. വിശപ്പും ദാഹവും വേദനയും ഒക്കെ ഉണ്ടായിരുന്ന കർത്താവ് പരിപൂർണ മനുഷ്യനായിരുന്നു. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം പങ്കുകൊണ്ട കർത്താവ് കരുണയുള്ള രക്ഷകനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മെ സ്നേഹിച്ചു. നാം അനുഭവിക്കേണ്ട മരണശിക്ഷ നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി കർത്താവ് ഏറ്റെടുത്തു. പ്രിയരെ, നല്ല വികാരങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് പ്രേരകമാണ്. നമ്മുടെ അനുകമ്പയും ദയയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് സഹായകരമാണ്. രോഗികളെയും വിശന്നിരിക്കുന്നവരെയും വേർപാടിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നവരെയും കണ്ടപ്പോഴാണ് യേശു അത്ഭുതം പ്രവർത്തിച്ചത്. നല്ല വികാരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് നാം അതിൽ സന്തോഷിക്കുന്നതിനോ സംതൃപ്തി അടയുന്നതിനോ അല്ല, പ്രത്യുത നല്ല പ്രവൃത്തി ചെയ്യുന്നതിനാണ്. വി മസ്റ്റ് ഹാവ് എ വാം ഹാർട്ട് ദാൻ എ കോൾഡ് ഹാർട്ട്. വിശന്നിരിക്കുന്ന ജനസമൂഹത്തെ കണ്ടപ്പോഴും കുഷ്ഠരോഗിയുടെ നരകയാതന കണ്ടപ്പോഴും യേശുവിൻ്റെ മനസ്സുരുകി. പ്രസിദ്ധനായ ഒരു പ്രസംഗകൻ ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, weep for your sins. If you don't, then I have to weep for you. അതെ, യേശു നമ്മുടെ പാപാവസ്ഥയെ കണ്ട് നമുക്ക് വേണ്ടി കരയും. നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം കരയുമോ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾക്ക് വേദനയുടെ കണ്ണുനീരിന്റെ നനവുണ്ട്. 56 സങ്കീർത്തനം 8 വാക്യത്തിൽ, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. പ്രിയരെ, കരയുന്ന ദൈവദാസന്മാരെയാണ് ഇന്ന് ആവശ്യം. നമ്മുടെ സഭകളിൽ കരയുന്ന വിശ്വാസികൾ ഉണ്ടാകണം. ഇരമ്യാവിനെ പോലെ ജനത്തിനു വേണ്ടി കരയുന്ന ശുശ്രൂഷകരുണ്ടാകണം. ഭാരമേറിയ പച്ച മരക്കുരിശും താങ്ങി
ഗോൽഗോത്ത മലമുകളിലേക്ക് മന്നം മന്നം നടന്നു കയറുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് യെരൂശലേം പുത്രിമാർ വാവിട്ട് നിലവിളിക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവിൻ എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ സ്വയം താഴ്ത്തി ദൈവസന്നദ്ധിയിൽ നിലവിളിക്കാം. ഭാവി തലമുറയോർത്ത് കണ്ണീരൊഴുക്കാം. നിനവെ പട്ടണക്കാർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നദ്ധിയിൽ നിലവിളിച്ചപ്പോൾ നിനവയ്ക്ക് വരുത്തുവാനിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചതുപോലെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം നമ്മുടെ കണ്ണുനീർ കണ്ട് പ്രാർത്ഥന കേട്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യുദ്ധം മൂലം സമാധാനം നഷ്ടപ്പെട്ട ഈ ലോകത്തിനു വേണ്ടി കരയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പാപത്തിൽ ജീവിക്കുന്നവരുടെ മാനസാന്തരത്തിനായി ആത്മഭാരത്തോടെ കരയുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. ഈ പകൽ മുഴുവനും നിന്റെ കൃപയിലും കാവലിലും സംരക്ഷണയിലും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.